ബംഗ്ലാദേശിലെ കോക്സ് ബസാറിൽ യുഎന്നിന്റെ ചെയർമാനായിട്ടുള്ള അന്റോണിയോ ഗുട്ടറസ് അവിടെ സന്ദർശനം നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അമേരിക്ക അടക്കമുള്ളവർ ഇവർക്ക് നൽകുന്ന ധനസഹായം, ഡിസാസ്റ്റർ എയ്ഡുകൾ മറ്റും വെട്ടിക്കുറച്ചത് കുറ്റകൃത്യമാണെന്നാണ് ഇപ്പോൾ യുഎന്നിന്റെ ചെയർമാനായിട്ടുള്ള അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഇത് ഏത് തരത്തിലാണ് നോക്കിക്കാണുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇന്ത്യ ഇത് നോക്കിക്കാണുന്നത് ഇന്ത്യക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് എന്ന് നമുക്ക് പ്രധാനമായും പറയേണ്ടി വരും. അത് പറയുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. അതായത് പാകിസ്ഥാനിൽ ഇപ്പോൾ ജാഫർ എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിൻ റാഞ്ചുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. BLA, അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് അവിടെ ജാഫർ എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിൻ റാഞ്ചിയത്. ഇപ്പുറത്ത് ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ തെഹ്രീക്കെ താലിബാൻ വലിയ രീതിയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും നൂറുകണക്കിന് പട്ടാളക്കാരാണ് പാകിസ്ഥാനിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും പാകിസ്ഥാൻ മൂന്നായി പിളരാമെന്നുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ ബംഗ്ലാദേശിനെ ഒരു കിഴക്കൻ പാകിസ്ഥാനാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിൽ അവിടെയുള്ള റോഹിംഗ്യൻ അഭയാർത്ഥികളെ പാകിസ്ഥാനിലെ ISI അവിടെ വന്ന് പരിശീലിപ്പിക്കുകയും അവർക്ക് കയ്യിൽ ആയുധങ്ങൾ കൊടുക്കുകയും അവരെ ഒരു തീവ്രവാദ ഗ്രൂപ്പാക്കി ഇന്ത്യക്ക് നേരെ വളർത്തിവിടാനുള്ള ഒരു പശ്ചാത്തലമാണ് നിലവിൽ അവിടെ ഇപ്പോൾ പാകിസ്ഥാൻ പദ്ധതിയിടുന്നത്. ആ റോഹിംഗ്യൻ അഭയാർത്ഥികളെ കണ്ട് തങ്ങളുടെ ഐക്യദാർഢ്യം ഉറപ്പിക്കാനാണ് ഇപ്പോൾ UN പ്രതിനിധി അല്ലെങ്കിൽ UN ചെയർമാൻ ആയിട്ടുള്ള അന്റോണിയോ ഗുട്ടറസ് അവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് UN എടുത്തിരിക്കുന്നത് എന്നാണ് ഇന്ത്യയിൽ നിന്നും വരുന്ന ഒരു അനൌദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം എന്ന് ഇന്ത്യ ഇപ്പോൾ നോക്കിക്കാണുകയാണ്. പക്ഷേ UN പറയുന്നത് മാനുഷികമായി അവർ നരകിക്കുകയാണ്, അവർക്ക് ഐക്യദാർഢ്യം വേണം, അവർക്ക് വെള്ളമില്ല, ഭക്ഷണമില്ല, വസ്ത്രമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നതെന്നാണ് UN പറഞ്ഞത്. എന്നാൽ UN അടക്കം ഡൊണാൾഡ് ട്രംപ് അടക്കം തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ചുകൊണ്ടാണ് UN ഇവിടെ വന്നിറങ്ങിയത് എന്നുള്ളത് വേറൊരു കാര്യം. ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് UN ന്യൂയോർക്കിൽ വെച്ച് അവരുടെ ആസ്ഥാനത്ത് വെച്ച് അന്താരാഷ്ട്ര ഇസ്ലാമോഫോബിക് വിരുദ്ധ ദിനം ആചരിച്ചത്. ആ ദിനത്തിൽ യഥാർത്ഥത്തിൽ UN പോലും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഇസ്ലാമിക് ടെററിസത്തിന്റെ ഭീകരമുഖം, പാകിസ്ഥാനിൽ നടക്കുന്ന ഭീകരമുഖം ഇന്ത്യ തുറന്നു കാട്ടിയിരുന്നു. പാകിസ്ഥാനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് UN വെച്ച് തന്നെ ഇന്ത്യ ഉന്നയിച്ചത്. ഇതോടുകൂടി UN അടക്കം പ്രതിരോധത്തിലായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പാക് അധീന കശ്മീരിന്റെ വിഷയം പോലും അവിടെ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഉന്നയിക്കാൻ പറ്റാത്ത സാഹചര്യം, കശ്മീർ വിഷയം ഉന്നയിക്കാൻ പറ്റാത്ത സാഹചര്യം. കാരണം അതിനു മുമ്പ് കശ്മീരിൽ നടക്കുന്ന അതിഭീകരമായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം, ടെററിസത്തിന്റെ അവരുടെ എക്സ്പോർട്ട്, ഇതെല്ലാം ഇന്ത്യ അതിഭീകരമായി തുറന്നു കാട്ടിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ പ്രതിരോധത്തിലാകുന്ന ഒരു കാഴ്ച, പാകിസ്ഥാന്റെ കൂടെ UN പ്രതിരോധത്തിലാകുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഇതേ പാകിസ്ഥാനാണ് ഇവിടെ ബംഗ്ലാദേശിലെ റോഹിംഗ്യൻ ഭീകരവാദികളെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ആ റോഹിംഗ്യൻ ഭീകരവാദികൾക്ക് ഇപ്പോൾ ഡിസാസ്റ്റർ എയ്ഡുകൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവർക്ക് വലിയ രീതിയിലുള്ള സഹായ ഹസ്തം നീട്ടാനാണ് ഇപ്പോൾ UN പ്രതിനിധി അവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. മ്യാൻമറിൽ നിന്നുള്ള 10 ലക്ഷം റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലായിരിക്കുകയാണെന്നാണ് UN പറയുന്നത്. അതായത് ഈ 10 ലക്ഷം റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഏകദേശം ബംഗ്ലാദേശിലേക്ക് കടന്നിട്ടുണ്ട്. കോക്സ് ബസാറിന്റെ അടുത്ത് ഇവരുടെ ഒരു വലിയൊരു സംഘം തമ്പടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോക്സ് ബസാറിൽ ഇവർ വന്നിറങ്ങിയത്. അരക്കൻ ആർമി കോക്സ് ബസാറിലുണ്ട്. അരക്കൻ ആർമിയെ ഭയന്നാണ് ഇവർ ജീവിക്കുന്നത് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും 4 ദിവസത്തെ ബംഗ്ലാദേശ് സന്ദർശനത്തിനാണ് ഗുട്ടറസ് അവിടെ വന്നത്. എല്ലാ വർഷവും വിശുദ്ധ റമദാൻ മാസത്തിൽ സന്ദർശിക്കാൻ അദ്ദേഹം ഒരു മുസ്ലിം രാജ്യം തിരഞ്ഞെടുക്കാറുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടെയാണ് ഞാൻ ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് വന്നത് എന്നാണ് ഇപ്പോൾ ഗുട്ടറസ് പറയുന്നത്. ബംഗ്ലാദേശിലെ തെക്കൻ തീരദേശ ജില്ലയായിട്ടുള്ള കോക്സ് ബസാർ റോഹിംഗ്യകളിൽ ഭൂരിഭാഗവും അഭയം പ്രാപിച്ച ഒരു സ്ഥലമാണ്. ബജറ്റ് വെട്ടിക്കുറവുകൾ അത്യാവശ്യമായ ആളുകളെ ബാധിക്കുന്നത് കണക്കിലെടുക്കുമ്പോൾ അത് അടിസ്ഥാനരഹിതമായി അവിടെ 0 ആൾക്കാർക്ക് എല്ലാ ഫെസിലിറ്റീസും കിട്ടുന്നത് എന്നാണ് അയാൾ പറയുന്നത്. 2017 എത്തിയ 7 ലക്ഷത്തിലധികം പേർ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് റോഹിംഗ്യകൾ പതിറ്റാണ്ടുകളായി ബംഗ്ലാദേശിൽ താമസിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് എന്നും UN പറയുമ്പോൾ ഇന്ത്യ ഇതിനെ അത്ര ഒരു നല്ല ഉദ്ദേശമായിട്ടല്ല കാണുന്നത് എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.